ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷ്റഫ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇല്ലുസ്ട്രേറ്ററിലോ ഫോട്ടോഷോപ്പിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കസ്റ്റമർ ചിലപ്പോൾ ഇമേജുകളൊക്കെ അയച്ചു തരാറുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അയച്ചു തരുന്ന ഇമേജുകൾ പലപ്പോഴും അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിൽ ഉള്ളതായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ ചിലപ്പോൾ മൊബൈൽ ഫോണിൽ എടുത്തിട്ടുള്ള ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ വ്യത്യസ്ത ആംഗിളിൽ നിന്നുള്ള ചിത്രങ്ങളോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ അയച്ചു തരുന്നത് ഇൻവോയ്സുകളോ അല്ലെങ്കിൽ ബില്ലുകളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിൽ ആക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ഇൻവോയ്സിൻ്റെ മുകളിൽ വെച്ച് പുതിയൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ മിക്ക ഇൻവോയ്സുകളും ഇങ്ങനെ ആ ഒരു സാമ്പിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പുതിയൊരു വർക്ക് ചെയ്യുക. അപ്പോൾ മിക്കപ്പോഴും സാമ്പിളായിട്ട് ഒരു ഇൻവോയ്സിൻ്റെ കോപ്പിയാണ് അവിടെ കിട്ടാറുള്ളത്. അത് സ്കാൻ ചെയ്തുകൊണ്ട് അതിന് മുകളിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ 1 മില്ലിമീറ്റർ പോലും വ്യത്യാസം വരാൻ പാടില്ല നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന വർക്കിന്. അപ്പോൾ ഇങ്ങനെ കസ്റ്റമർ മൊബൈൽ ഫോണിലൊക്കെ ജസ്റ്റ് ഒരു സൈഡിൽ നിന്നൊക്കെ പകർത്തിയ ഒരു ചിത്രം അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിലേക്ക് കൊണ്ടുവരാൻ ചിലരൊക്കെ അത് വളരെ കഷ്ടപ്പെടാറുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ കോപ്പി ഞാൻ ഇവിടെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ചിലരിങ്ങനെ Ctrl+T അടിച്ചതിന് ശേഷം ഇവിടെ അങ്ങനെ മാനുവലായിട്ടൊക്കെ ഇത് കറക്റ്റ് പ്രൊപ്പോർഷനിലേക്ക് കൊണ്ടുവരാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് കൃത്യമായിട്ടുള്ളൊരു പ്രൊപ്പോർഷനിൽ ഏറെക്കുറൊക്കെ കിട്ടുമായിരിക്കും. പലപ്പോഴും അതിൻ്റെ ഒറിജിനൽ ആ ഒരു പ്രൊപ്പോർഷനിൽ നമുക്ക് ആ ഒരു ഇമേജ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിലേക്ക് കൊണ്ടുവരാൻ ഫോട്ടോഷോപ്പിൽ തന്നെ ഒരു ടൂള് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ ഒരു ടൂളിനെ പറ്റി അറിയാത്തവർക്കുള്ളതാണ് ഈ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഇമേജിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. നമ്മളിവിടെ ടൂൾ ബോക്സിൽ ഈ ക്രോപ്പ് ടൂളിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ എന്നൊരു ടൂൾ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ഇമേജിൻ്റെ എൻഡിൽ നമ്മളിങ്ങനെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ഇപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു സെലക്ഷനിൽ വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഇമേജിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു ഇൻവോയ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പലപ്പോഴും കസ്റ്റമർ അതൊരു സൈഡിൽ നിന്നൊക്കെ ആയിരിക്കും ചിത്രങ്ങൾ എടുത്ത് അയക്കുന്നത്. ഇനി ഇതിനെപ്പറ്റി അല്പം ധാരണ ഉള്ള ആളുകൾ മാത്രമാണ് അതിൻ്റെ നേരെ മുകളിൽ ക്യാമറ വെച്ചിട്ടൊക്കെ എടുത്ത് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് അതിൻ്റെ യഥാർത്ഥ പ്രൊപ്പോർഷനിൽ കൊണ്ടുവരാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടൂൾ തന്നെ ഇങ്ങനെ അടയാളപ്പെടുത്തിയെടുക്കാം. ഇനി ആ ഒരു ടൂൾ നമുക്ക് 2 രീതിയിൽ പ്രയോഗിക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ഇവിടെ ഈ ഒരു എൻഡിങ് കുറച്ച് കർവിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രശ്നമല്ല. നമുക്ക് ആ ഒരു ടൂൾ ജസ്റ്റ് ഒരു സ്ക്വയർ ഇവിടെ വരച്ചിടാം. ഇപ്പോൾ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു എൻഡ് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. ഇത്തരം വർക്കിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. കൃത്യമായിട്ടുള്ള ആ എൻഡിങ്ങിലുള്ള ഒരു ലൈനിലേക്ക് ഈ ഒരു മാർക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുവെക്കുന്നു. ഇപ്പോൾ ഒരു സെലക്ഷൻ ആയിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു ബില്ലിൻ്റെ ഈ ഒരു പേപ്പറിൻ്റെ എൻഡിങ് ഒന്നും എടുക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവോയ്സുകളൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു വർക്കിംഗ് ഏരിയ മാത്രമാണ്. ഈ വർക്ക് വരുന്ന ഏരിയ മാത്രമാണ്. അതിന് പുറത്തേക്ക് വരുന്ന സ്ഥലങ്ങൾ അതിൻ്റെ അളവുകൾ നമുക്ക് ആവശ്യമില്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു A5 സൈസിലുള്ള ഒരു ബില്ലാണ് നമുക്ക് ചെയ്യുന്നതെങ്കിൽ സാധാരണ ഡിസൈനേഴ്സ് ഉപയോഗിക്കാറുള്ള ഒരു അളവ് എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ വിടുത്ത് 18 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്നുള്ളതാണ്. ഈ ഒരു അളവ് ഈ ഒരു പ്രിൻറ്റിംഗ് ഏരിയയുടെ അളവാണ്. ഇതിന് പുറത്തേക്കുള്ള സ്പേസ് തൽക്കാലം നമുക്ക് ആവശ്യം വരുന്നില്ല. ഈ ഒരു വർക്ക് ഏരിയയുടെ ഉള്ളിൽ മാക്സിമം നമ്മുടെ വർക്ക് നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ഇവിടെ സെലക്ഷൻ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് എൻ്റർ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു വർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിലേക്ക് വരുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇമേജ് കാണാം. ഈ ഇമേജ് നമുക്ക് കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ടൂൾ തന്നെ എടുക്കുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു ഇമേജ് മാത്രമായിട്ട് ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. ഇവിടെ കൃത്യമായിട്ട് ആ ഇമേജ് മാത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് കാണാം ആ ഒരു ഇമേജ് അതിൻ്റെ യഥാർത്ഥ പ്രൊപ്പോർഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ അതുപോലെ മറ്റൊരു ബില്ല് കൂടെ നമുക്കിവിടെ നോക്കാം. ഈ ഒരു ഇമേജ് നമുക്ക് കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല ഇവിടെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവ് ടൂൾ എന്നുള്ള ഈ ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള റെസൊല്യൂഷനിലേക്ക് ഈ ചിത്രം
ക്രോപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇമേജ് ഇത് ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ ഒരു ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു ഇമേജാണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള റെസൊല്യൂഷൻ 300 റെസൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഈ ഒരു പാർട്ട് മാത്രമാണ് ഇവിടെ ക്രോപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഇമേജ് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിൽ മാത്രമാക്കുമ്പോൾ ഈ ഒരു ഇമേജ് മാത്രമാണ് അവിടെ വരുന്നത്. ആ ഒരു ഇമേജ് മാത്രം നമുക്ക് എത്ര റെസൊല്യൂഷനിലാണ് ആവശ്യമുള്ളത് വെച്ചെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ നമ്മൾ 300 റെസൊല്യൂഷൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള ഏരിയ അടയാളപ്പെടുത്തിയിട്ട് എൻ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ 300 റെസൊല്യൂഷനിലാണ് ആ ഇമേജ് ക്രോപ്പായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള സൈസിലേക്കും ഈ ഇമേജ് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പെർസ്പെക്റ്റീവായിട്ട് ക്രോപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഇമേജ് കറക്റ്റായിട്ടല്ല വരുന്നതെങ്കിൽ നിങ്ങളിവിടെ ഈ ക്ലിയർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടായിരിക്കും വരിക. ഇനിയുള്ളത് ഇവിടെ ഈ ഷോ ഗ്രിഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. നമ്മളിവിടെ ഒരു ബോക്സ് ഇങ്ങനെ ക്രോപ്പ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ഗ്രിഡുകൾ കാണാം. ഈ ഗ്രിഡുകൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഷോ ഗ്രിഡ് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഡിസേബിൾ ചെയ്തിടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഔട്ട്ലൈൻ മാത്രമായിരിക്കും കിട്ടുക. ഇനി ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഫ്രണ്ട് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷനാണ്. അതായത് ഇതിപ്പോൾ വൈഡായിട്ടുള്ള ഒരു പേജിനകത്താണ് ഈ ഒരു ഇമേജ് കിടക്കുന്നത്. നമ്മളിവിടെ ഇങ്ങനെ ക്രോപ്പ് ചെയ്യേണ്ട ഭാഗം അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെ ഫ്രണ്ട് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇമേജ് ആ ടോട്ടൽ ഇമേജിൻ്റെ പ്രൊപ്പോർഷനിലേക്കാണ് അവിടെ വരുന്നത്. അതായത് ഇവിടെ ഈ ഒരു പേപ്പറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാണാം. ആ സൈസിലേക്കാണ് ഈ ഇമേജ് ക്രോപ്പായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഒരു ഇമേജ് ഇങ്ങനെ റെസൊല്യൂഷനോ അളവുകളോ ഒക്കെ കൊടുത്ത് ക്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഇമേജുകൾ ക്രോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു അളവ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ക്ലിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ സെറ്റിങ്സുകളും പോയിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് കൊടുക്കുന്ന ഈ ഒരു അളവിലേക്ക് അടുത്ത ചിത്രം ക്രോപ്പായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുന്നതിന് പകരമാണ് ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉള്ളത്. അത് പ്രസ് ചെയ്താലും മതി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഈ പെർസ്പെക്റ്റീവ് ടൂൾ എന്നതിനെ പറ്റിയായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്കിതൊരു പുതിയ അറിവായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റിലൂടെ ആ കാര്യമൊന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ പ്രയോജനകരമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.